ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങളിത്തവണ പോകുന്ന ഇവിടെ അടുത്ത് തന്നെയാണ്. അർത്തുങ്ക പള്ളിയിലേക്കാണ് പോകുന്നത്. ഇവിടെ പള്ളിയിൽ പെരുന്നാൾ നടക്കുവാണ്. അപ്പം പിന്നെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് കരുതി. ഇപ്പോൾ ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് പ്രിയാൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് വള്ളം വിളിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താൻ. ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഞങ്ങളിവിടെ നടന്നൊക്കെ ചെന്ന് കടത്തൊക്കെ കയറി വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും. അർത്തുങ്ക പള്ളിയിൽ പോയിരുന്നു. ഫ്രീയാണുള്ളതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോലെ ഞാൻ പാടുപോയി പതുക്കെ ഇറങ്ങി. പ്രിയാണ്ണം വന്ന് വള്ളത്തിൻ്റെ കെട്ടൊക്കെ അഴിച്ചു. ഞങ്ങൾ വേഗം തന്നെ വള്ളത്തിലോട്ട് കയറുവാണ്. പിന്നെ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. വള്ളത്തിൽ നിന്ന് ഇറങ്ങി നേരെ നടക്കുവാണ്. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാലേ ഉള്ളൂ നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ. ഈ സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വണ്ടി വെക്കുന്ന അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പേ ആൻഡ് പാർക്കിൽ തന്നെയാണ് വണ്ടി വെക്കാറ്. അഭിചേട്ടൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടുന്ന് അർത്തുങ്കൽ വരെ 20 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഇനി നേരെ അർത്തുങ്കലിലോട്ട് പോവാം. ഞങ്ങൾ ഏകദേശം പള്ളിയുടെ അടുത്തെത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പള്ളിയിലെ പ്രാർത്ഥനയും പാട്ടും എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാമെന്ന് കരുതി. കാരണം ഇവിടുന്ന് എത്രയും ദൂരം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. പക്ഷേ അവിടുന്ന് പിന്നെ വണ്ടി കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പതിയെ നടന്നു മുന്നോട്ട്. പക്ഷേ ഇത്രയും ദൂരം ഉണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരുവിധം നടന്ന് ഞങ്ങൾ പള്ളിയുടെ വാതിക്കലെത്തിയിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. തിരക്കാണ്. സൺഡേ കൂടിയാണ്, നാളെ തീരുവാണ്.
പ്രാർത്ഥിച്ച്. ഇപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ പറ്റിയത്. പുറത്തിറങ്ങിയപ്പോഴാണേലോ നല്ല തിരക്കുമായിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് വരുന്നത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അർത്തുങ്കൽ ബീച്ചിലേക്കാണ്. കാരണം അർത്തുങ്കൽ പള്ളി വരുന്ന എല്ലാവരും തന്നെ അർത്തുങ്കൽ ബീച്ചിലേക്കും പോകാറുണ്ട്. അപ്പം പിന്നെ ഞങ്ങളായിട്ട് തെറ്റിക്കുന്നില്ല, നേരെ ബീച്ചിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നടക്കുവാണ്. എപ്പോൾ എത്തുമെന്നോ എങ്ങനെ എത്തുമെന്നോ ഒന്നും അറിയത്തില്ല, കാരണം അത്ര തിരക്കാണ്. പിന്നെ ഇതേപോലെ രണ്ട് സൈഡിലും ബീച്ച് വരെ നിറയെ കടകളാണ്. കരിമീൻ ജ്യൂസും മുളക് ബജിയും ടോയ്സും ഐസ്ക്രീമും അങ്ങനെ നിറയെ കടകളാണ്. എന്തായാലും ഇതൊക്കെ ആസ്വദിച്ചങ്ങ് നടക്കാമെന്ന് കരുതി നടക്കുവാണ്. അങ്ങനെ കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് പിന്നെ ഇതേപോലെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. 2-3 സ്ഥലത്ത് ഇതേപോലത്തെ ഗെയിംസ് കണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ റൗണ്ടിലുള്ള സാധനം അങ്ങോട്ട് എറിയും. അപ്പോൾ ഏതിലാണോ വന്ന് വീഴുന്നത് ആ ഐറ്റം നമുക്ക് എടുക്കാൻ പറ്റും. അതായിരുന്നു ഗെയിമിൻ്റെ റൂള്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ട്, പക്ഷേ ആർക്കും തന്നെ ഒന്നും കിട്ടുന്നതായിട്ട് കണ്ടില്ല. പിന്നെ സുന്ദരിപ്പെണ്ണൊരു ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ സുന്ദരിപ്പെണ്ണ് ഐസ്ക്രീം കഴിച്ച് തീരുന്നത് വരെ ഞങ്ങളവിടെ റെസ്റ്റ് എടുത്ത് എന്നിട്ടാണ് ബാക്കി നടന്നത്. ബാക്കി നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴോ നല്ല ബ്ലോക്കും ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എങ്ങനെ പുറത്തിറങ്ങുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു, കാരണം അത്ര തിക്കും തിരക്കുമായിരുന്നു. പിന്നെ ഒരുവിധം ഞങ്ങൾ ബീച്ചിലെത്തി. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കേട്ടോ, കാരണം അത്രയും നടന്നു വന്നുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ സുന്ദരിപ്പെണ്ണിന് ടോയ് വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ സുന്ദരിപ്പെണ്ണിനകത്തൊന്നും കയറ്റിയില്ല കേട്ടോ, കാരണം കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനായിട്ട് നല്ല പാടായിരിക്കും. ബീച്ചിലോട്ടും ഇറക്കുന്നില്ലായിരുന്നു രാത്രി ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ വേഗം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം തിരിച്ചു വരുമ്പോഴും ഇതേപോലെ തിക്കും തിരക്കുവാണെങ്കിൽ നല്ല പാടുപെടും. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുഞ്ഞു നോക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുവരെ കാണാത്ത ജീവനോകം വെറും 30 രൂപ. വെറും 30 രൂപ. നോക്ക് ടിക്കറ്റ് എടുക്കണ്ട. വെറും 30 രൂപ. പഞ്ചകടലിൽ തെത്തകളാക്കണം. വെറും 30 രൂപ. 30 രൂപ. വേണ്ട 30 രൂപ. 30 രൂപ. പഞ്ചകടലിൽ തെത്തകളാക്കണം. അത് 30 രൂപ ടിക്കറ്റ് എക്സോട്ടിക് പിക്ചറുകൾ വെറും 30 രൂപ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കാർണിവൽ നടക്കുന്ന സ്ഥലത്തോട്ടാണ്. അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നിലും കയറാനൊന്നും നിന്നില്ല, കാരണം ഞങ്ങൾക്ക് വീട്ടിലെത്താനായിട്ട് ലേറ്റ് ആകും. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പള്ളിയുടെ വാതിക്കൽ വന്ന്. അവിടെ എത്തിയപ്പോഴേക്കും തന്നെ ഞങ്ങൾ ക്ഷീണിച്ച് ഇനി എങ്ങനെ വണ്ടി ഇരിക്കുന്ന സ്ഥലം വരെ എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് പ്രൈവറ്റ് ബസ് വന്നത്. പിന്നെ ഞങ്ങൾ ആ ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിലിറങ്ങി. അവിടെയായിരുന്നു വണ്ടി വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ വന്ന റൂട്ടിലല്ല, വേറെ റൂട്ടിലാണ് പോയത്, കാരണം വന്ന റൂട്ടിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേറെ റൂട്ടിൽ കയറിയാണ് ഞങ്ങൾ പിന്നെ ആലപ്പുഴ വരാനായിട്ട് പോയത്. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും അമ്പലത്തിലേക്ക് താലപ്പൊലി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു താലപ്പൊലിയൊക്കെ കാണാനായിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തെയ്യവും ഗരുഡൻ തുള്ളലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഏത് റൂട്ടിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നതെന്ന് ഞങ്ങൾക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് കണിച്ചുളങ്ങര അമ്പലം വഴിയാണ് വരുന്നതെന്ന് മനസ്സിലായത്. ഇത് കണിച്ചുളങ്ങര അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. അതുവഴിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആ അമ്പലത്തിലേക്കുള്ള താലപ്പൊലിയായിരുന്നു കണ്ടതും. കുറച്ച് നേരം കൂടെ അത് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്താനായിട്ട് ലേറ്റ് ആകുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഉടനെ തന്നെ വണ്ടി എടുത്തിങ്ങി പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആലപ്പുഴ വന്ന് അവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു. അപ്പോൾ ഇന്നത്തെ യാത്രാവിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.